വാട്സ്ആപ്പ് ഫോക്സ്, വെൽക്കം ബാക്ക്. ഇത് സ്പ്ലെൻഡർ എഞ്ചിൻ റീബിൽഡ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ഞാനിവിടെ കാർഡ്സിൽ കൊടുത്തേക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ എഞ്ചിൻ പാർട്സ് എല്ലാം ഞാൻ പെയിൻറ്റ് സ്ട്രിപ്പ് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെയിൻറ്റ് സ്ട്രിപ്പ് ചെയ്യുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഏകദേശം ഒരു വർഷത്തോളമായി ഈ എഞ്ചിൻ അഴിച്ചിട്ടിട്ട്. ഇതിനിടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാനിത് ഫുള്ള് സ്ട്രിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കിത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഈ പെയിൻറ്റ് ചെയ്യേണ്ടാത്ത ഭാഗങ്ങളെല്ലാം മാസ്ക് ചെയ്യണം. അതിനായി ഞാനൊരു മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഈ പെയിൻറ്റ് ചെയ്യേണ്ടാത്ത ഏരിയാസ് എല്ലാം നമുക്ക് മാസ്ക് ചെയ്യാം. മാസ്കിങ് നല്ല ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. എത്രത്തോളം വൃത്തിയായിട്ട് നമ്മൾ മാസ്ക് ചെയ്യുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. സോ ടൈം എടുത്ത് തന്നെ മാസ്ക് ചെയ്യുക. ഇനി ഈ ടേപ്പിൻ്റെ എക്സസ് വന്ന പോർഷൻ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാർട്സ് കൂടി മാസ്ക് ചെയ്യാം. അപ്പോൾ എല്ലാ പാർട്സും ഞാൻ മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പാണ് പ്രൈമർ. പ്രൈമർ അടിക്കുന്നതിന് മുമ്പായി ഡീഗ്രീസർ യൂസ് ചെയ്ത് നമുക്ക് ഈ പാർട്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ പാർട്സൊക്കെ മാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഓയിലും മറ്റുമൊക്കെ ചിലപ്പോൾ ഈ എഞ്ചിൻ പാർട്സിലോട്ട് ആയെന്നിരിക്കും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോട്ടിംഗ് ഒന്നും കറക്റ്റായിട്ട് പിടിക്കാതെ വരികയും ഫ്യൂച്ചറിൽ ഈ പെയിൻറ്റ് പീലായി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നതിന് മുമ്പായി ഡീഗ്രീസർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് കോട്ട് പ്രൈമർ കൊടുക്കാം. ബെയർ മെറ്റലിലോട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ എപ്പോക്സി പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് ബെയർ മെറ്റൽ പ്രൈമേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് എപ്പോക്സി പ്രൈമറാണ്. അപ്പോൾ നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർട്സിലുള്ള ഡെൻസും സ്ക്രാച്ചസും എല്ലാം കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യണം. പ്രൈമർ അടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ക്രാച്ചസും ഡെൻസും എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ സ്ക്രാച്ചസും ഡെൻസും എല്ലാം ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോഡി ഫില്ലർ. ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി ഞാൻ ആ ഏരിയ ലൈറ്റായിട്ട് സാൻഡ് ചെയ്യുന്നുണ്ട്. അതുവഴി കൂടുതൽ ഗ്രിപ്പ് ബോഡി ഫില്ലറിന് കിട്ടും. ഇനി ഈ ഡെൻസും സ്ക്രാച്ചസും എല്ലാം ബോഡി ഫില്ലർ യൂസ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ വേണ്ട ഭാഗത്തേക്ക് ബോഡി ഫില്ലർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സാൻഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഏകദേശം സാൻഡ് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. വലിയ വലിയ ഹോൾസും സ്ക്രാച്ചസും ഒക്കെ കവറായിട്ടുണ്ടെങ്കിലും ഇതിൽ പലയിടത്തും ചെറിയ ചെറിയ പിൻ ഹോൾസും സാൻഡ് ചെയ്തതിൻ്റെ സ്ക്രാച്ചസും ഒക്കെ ഉണ്ട്. അത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പോട്ട് പട്ടി. നിങ്ങളൊരു 2K സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി പെയിൻറ്റ് ജോബാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാക്സിമം ലൈഫ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ NC പ്രോഡക്ട്സ് അഥവാ നൈട്രോസെല്ലോസ് പ്രോഡക്ട്സ് അവോയ്ഡ് ചെയ്യുക. കാരണം ഇന്നുള്ള 2K സിസ്റ്റമായി കമ്പയർ ചെയ്യുമ്പോൾ NC പ്രോഡക്ട്സിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹൈ ക്വാളിറ്റി പെയിൻറ്റ് ജോബാണ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം NC പുട്ടി, NC തിന്നേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കിയുണ്ടായിരുന്ന പിൻ ഹോൾസും മറ്റ് ഇഷ്യൂസും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് 2K പ്രൈമർ. 2K പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സാൻഡ് ചെയ്തപ്പോൾ മെറ്റൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് മുഴുവൻ ഞാൻ ഒരു റൗണ്ട് കൂടി എപ്പോക്സി അടിച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ സ്റ്റെപ്പാണ്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചെയ്താൽ അത്രത്തോളം ലൈഫ് പെയിൻറ്റിന് കിട്ടും. അടുത്ത കോട്ടാണ് 2K പ്രൈമർ. ബേസ് കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ സർഫസ് മാക്സിമം സ്മൂത്ത് ആക്കാനും ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ലെവൽ ചെയ്യാനുമൊക്കെയാണ് 2K പ്രൈമർ യൂസ് ചെയ്യുന്നത്. കൂടാതെ ബേസ് കോട്ടിന് കൂടുതൽ അഡീഷനും 2K പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ എല്ലാ പാർട്സിലും നമ്മൾ 2K പ്രൈമർ അടിച്ചിട്ടുണ്ട്. കൂടാതെ ബേസ് കോട്ടിന് വേണ്ടി എല്ലാ പാർട്സും പ്രോപ്പറായിട്ട് സാൻഡ് ചെയ്തിട്ടുമുണ്ട്. അടുത്ത സ്റ്റെപ്പാണ് ബേസ് കോട്ട്. ബേസ് കോട്ടിനായി ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ ഗ്ലിസ്റ്റനിങ് ഗ്രേ ആണ്. ഈ ബേസ് കോട്ട് അടിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ബേസ് വർക്ക്, അതായത് എപ്പോക്സി പ്രൈമർ, ബോഡി ഫില്ലർ, 2K പ്രൈമർ, ഇതൊക്കെ എത്രത്തോളം പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നത് ഈ ബേസ് കോട്ട് അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായി എടുത്തറിയാൻ പറ്റും. ഒരു മോശം ബേസ് വർക്ക് ചെയ്ത പാർട്ടിൽ എത്ര കൂടിയ പെയിൻറ്റ് അടിച്ചാലും ആ ഒരു ഫിനിഷിങ്ങും പെർഫെക്ഷനും ഒന്നും കിട്ടത്തില്ല. എന്നാൽ ബേസ് വർക്ക് നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കുറഞ്ഞ പെയിൻറ്റ് അടിച്ചാൽ പോലും അതിന് നല്ലൊരു ഫിനിഷിങ്ങും പെർഫെക്ഷനും കാണും. അപ്പോൾ ഞാൻ ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകാം. അതാണ് ക്ലിയർ കോട്ട്. ഞാനിവിടെ 2K അൾട്രാ ഹൈ സോളിഡ് ആൻറ്റി സ്ക്രാച്ച് ക്ലിയർ കോട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ്ങും മാക്സിമം ലൈഫും പെയിൻറ്റിന് കിട്ടും. നേരിട്ട് കാണുന്നതിൻ്റെ പകുതി പോലും ഫിനിഷിങ് ഈ വീഡിയോയിലൂടെ അറിയാൻ പറ്റുന്നില്ലെങ്കിലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ എഞ്ചിൻ്റെ ഇൻഡെപ്ത് റീബിൽഡ് വീഡിയോയുമായി ഞാൻ വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.